ജീവിതത്തെ നന്നാക്കൂ, സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിക്കൂ, സദഖകളെ വർദ്ധിപ്പിക്കൂ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശതയുള്ളവരാകൂ, അഖീദയുടെ സംരക്ഷകരാകൂ, ദുആ ഇരക്കൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുസാമി വമിൻ സയ്യിഇൽ അസ്ഖാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയാണ്, അല്ലാഹുവേ കുഷ്ഠത്തിൽ നിന്ന്, വെള്ളപ്പാണ്ടിൽ നിന്ന്, ഭ്രാന്തിൽ നിന്ന്, മനോരോഗത്തിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങൾക്ക് കാവല് തരണേ. രാവിലെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദതൈനിയും 3 തവണ പാരായണം ചെയ്യൂ. വൈകുന്നേരവും അത്ര തന്നെ പാരായണം ചെയ്യൂ. തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ ആപത്തിൽ നിന്നും നിനക്ക് മോചനം തരാൻ അത് മതിയാകും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമായി വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ നാമം അടിയുറച്ച് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. അതിന്റെ കൂടെ ഒരു ഉപദ്രവവും ആകാശത്തിലും ഭൂമിയിലും എനിക്ക് വരാനില്ല. ഞാനത് അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന ദിക്ർ നീ പറഞ്ഞോ, പ്രഭാത പ്രദോഷങ്ങളിൽ 3 തവണ പറഞ്ഞോ, അത് നിനക്ക് മതി. രാത്രിയുടെ അവസാന ഘട്ടത്തിൽ സൂറത്ത് അതേ ആയത്തുൽ കുർസിയും അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളും നീ പാരായണം ചെയ്തോ, അത് നിനക്ക് മതി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങിക്കോ. നിനക്ക് എല്ലാ ഷർറുകളിൽ നിന്നും, വിഖായത്ത് ഷർറിൽ നിന്നും, എല്ലാത്തിൽ നിന്നും നിനക്ക് കാവല് കിട്ടിക്കഴിഞ്ഞു. ഈ രൂപത്തിലുള്ള ദുആകള്, ദിക്റുകള്, അതുപോലെ തന്നെ നമ്മുടെ സൽക്കർമ്മനിരതമായ ജീവിതം, ഇതിലൂടെയൊക്കെ പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ഒരു കരുത്ത് നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ, ആ ആർജിച്ചു കഴിയുന്ന മനസ്സിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ദിക്റാണ്. അപ്പോഴാണ് ആ ദിക്ർ വരേണ്ടത്. ഞങ്ങളൊക്കെ അള്ളാന്റേതാണ്. ഞങ്ങളിൽ എന്തും വരുത്താൻ റബ്ബിന് അധികാരമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഞങ്ങളാളല്ല. ഞങ്ങളിൽ എന്ത് വന്നാലും അത് ഞങ്ങൾക്ക് ഖൈറാണ്. അതല്ലേ നബി തങ്ങൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴുള്ള ആ പ്രാർത്ഥനയുടെ അവസാനം പറഞ്ഞതെന്താ? അതെ, നീ ഞങ്ങളിൽ എന്ത് തന്നെ ഖളാഉകൾ വരുത്തുന്നുണ്ടെങ്കിലും, ഏത് ഖളാഉകളും നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടോ അതൊക്കെയും ഖൈറാക്കി മാറ്റേണമേ.